ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഓർമ്മയുണ്ടോ നമ്മുടെ ഈ കണ്ണിമാങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണണ്ടേ? വേണ്ട, ഇങ്ങനെയാണ് ചുക്കി ചുളുങ്ങി. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി കേട്ടോ. അവൻ എങ്ങനെ ഇരുന്നതാ ഇങ്ങനെ ആയത്? പക്ഷെ എന്ത് ചെയ്യാൻ, മാറ്റം അത് നടന്നേ മതിയാകും. ഇതിനെ ആദ്യം നമ്മൾ ഷേക്ക് ചെയ്ത്, ഞാനിപ്പോൾ ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. നല്ല ഷേക്ക് ചെയ്ത് ഓരോ ദിവസം ഇങ്ങനെ ഷേക്ക് ചെയ്യണം. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഷേക്ക് ചെയ്തില്ല, അതാണ് ഇടയ്ക്ക് അതിൻ്റെ കളറൊന്ന് മാറി. പക്ഷെ വേറെ ഒരു കുഴപ്പമില്ല, ഭയങ്കര സിമ്പിളാണ് ഈ അച്ചാർ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ആദ്യം അതിൻ്റെ വെള്ളവും മാങ്ങയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു. നമ്മൾ കടുകിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കും. അത് ഫൈനായിട്ട് പൊടിക്കത്തില്ല, തരിതരിപ്പ് വേണം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെയാണ് വേണ്ടത്. അതിനെ ഒരു പാത്രം വെച്ച് നമ്മളിത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാനിത് ഗ്യാസ് കത്തിച്ചിട്ടില്ല, അതിൻ്റെ പുറത്ത് വച്ചേക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ആ ഉപ്പ് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കണം. മാങ്ങ ഇട്ട് വെച്ചിരുന്ന ആ വെള്ളമില്ലേ, അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ കണ്ണിമാങ്ങ കുട്ടന്മാരെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടണം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റും കൂടെയാണ്. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ. വേണമെങ്കിൽ ഇനിയും നമുക്ക് ബൗളിനകത്തല്ല ഗ്ലാസ് ജാറിനകത്തായിട്ട് കുറച്ച് ദിവസം കൂടെ വേണമെങ്കിൽ വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, കാണാമേ.